ഈ അടുത്ത് ഞാനൊരു വീഡിയോ കാണാനിടയായി. റൊണാൾഡോ ലോകം മുഴുവൻ ആരാധകരെ അംഗീകരിക്കുന്ന ഒരു വ്യക്തിയുടെ ഒരു ആറ്റിറ്റ്യൂഡാണ് ഞാൻ പറയുന്നത്. റൊണാൾഡോ ഒരു വലിയൊരു ഫ്ലൈറ്റ് വാങ്ങാനായിട്ട് $60 മില്യൺ ഒരു സിഗ്നേച്ചർ ബാക്കിയുണ്ടായിരുന്നു. അത് കൊടുത്താൽ ആ ഫ്ലൈറ്റ് അവൻ്റെ സ്വന്തമായിരിക്കും. അപ്പോഴാണ് അവൻ്റെ മനസ്സിൽ ഒരു കാഴ്ചപ്പാട് വന്നത്. അവൻ ചെറുപ്പകാലത്ത് ജീവിച്ചിരുന്ന അവൻ്റെ ഗ്രാമത്തിൽ കുട്ടികൾ ഇപ്പോഴും കിലോമീറ്ററോളം നടന്നിട്ടാണ് സ്കൂളിൽ പോണത്. ബുദ്ധിമുട്ടിയിട്ടാണ് അവർ പോണത്. അവൻ്റെ കുട്ടിക്കാലം ആലോചിച്ചപ്പോൾ അവന് മനസ്സിലായി എത്രയോ പേര് ഇതുപോലെ പോകുന്നുണ്ട്, അവരെ സഹായിക്കണമെന്ന് അവൻ്റെ മനസ്സിൽ തോന്നി. അങ്ങനെ അവൻ അത് ക്യാൻസൽ ചെയ്ത് 100 ബസ്സുകൾ ഓർഡർ ചെയ്ത് ഇതുപോലെയുള്ള ഗ്രാമങ്ങളിലേക്ക് പല ഗ്രാമങ്ങളിലേക്കായി കൊടുത്തു. ആ കുട്ടികൾ ബസ്സിൽ കയറി സന്തോഷിച്ച് ഉല്ലസിച്ച് ക്ലാസ്സിൽ പോണ ഭാഗം കണ്ടിട്ട് അവൻ വല്ലാതെ മതിമറന്ന് സന്തോഷിച്ച് നിന്നു. അവൻ സന്തോഷം കണ്ടെത്തിയത് അവനുള്ള ആ എല്ലാം സൗഖ്യത്തിൽ നിന്നും കുറച്ച് ഭാഗം മാറ്റി വെച്ച് കുറേ ആൾക്കാർക്ക് കൊടുക്കുക എന്നുള്ളതാണ്. വലിയൊരു പാഠാണ് അവൻ ലോകത്തിനെ പഠിപ്പിച്ചത്. സന്തോഷം എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിലും നമ്മൾ കണ്ടെത്തുന്നതാണ് സന്തോഷം. അല്ലാണ്ട് കുറേ കാശുണ്ടായതുകൊണ്ട് ഫ്ലൈറ്റിൽ പോയതുകൊണ്ട് അവന് ചിലപ്പോൾ സന്തോഷം കിട്ടിയിരുന്നില്ല. അങ്ങനെ നമ്മൾ ഓരോരുത്തരും ഇതുപോലെ സഹായിക്കാൻ തയ്യാറാവണമെങ്കിൽ മനസ്സുകൊണ്ടോ നമുക്ക് കഴിവുകൊണ്ടോ സംസാരം കൊണ്ടോ പ്രശസ്തി കൊണ്ടോ നമുക്ക് ഒരാളെ സഹായിക്കുമ്പോൾ കിട്ടുന്ന സന്തോഷം കാണാൻ നമ്മൾ പഠിക്കുകയാണെങ്കിൽ അതായിരിക്കും ലോകത്തിലെ ഏറ്റവും വലിയ നന്മയായിട്ട് മാറുക. അതായിരിക്കും ഏറ്റവും വലിയ സന്തോഷം. So try to adopt that attitude. Keep smiling and stay positive.